നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താഴിൽ എപ്പം നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴിൽ തന്നെ എല്ലാ ദിവസവും നായ വന്നിട്ട് അപ്പിയിടും. എന്താണെന്നറിയത്തില്ല, അത് അവിടെ തന്നെ ഇടുന്നത്. എനിക്കിത് തന്നെയാണ് പണി, എല്ലാ ദിവസവും കോരി 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 കോരിയിട്ട് കളിക്കൽ. അപ്പോൾ അന്ന് ഞാൻ എന്താ പറയുക, രാവിലെ തന്നെ നീന്തക്കുളത്ത് പോയിട്ടുണ്ടായിരുന്നു. നീന്തക്കുളത്ത് പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതൊന്ന് കോരിക്കളയാന്ന് വെച്ചിട്ട് താഴേക്ക് പോയതാണ്. അപ്പോൾ പോയപ്പോഴാണ് പിന്നെ ഈ സമയത്ത് അദ്വൈത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്ത് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താ പറയുക, ഞാനെല്ലാം അടിച്ചെല്ലാം വാരിയിട്ടുണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ അടിച്ചെല്ലാം വാരി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചു വരുമ്പോൾ മണ്ണ് വീണ്ടും കിളത്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ കുറേ ആയി സ്റ്റെപ്പ്, പിന്നെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേരിങ്ങനെ കയറുന്നത് കൊണ്ട് സ്റ്റെപ്പ് അത്ര അടിച്ചാലും മണ്ണ് ഉണ്ടാവും, എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും എൻ്റെ സൈഡിലെല്ലാം. ശരിക്കും ഇത് മറ്റേ ചൂലില്ലേ, ഏത് ഈർക്കിളീനെ കൊണ്ട് തന്നെ അടിക്കണം. അല്ലാണ്ട് ഇത് സാധാരണ ഇതുപോലെ ഫാഷൻ പോലെ ടൈലടിക്കുന്നതും മൊസൈക്ക് അടിക്കുന്നതും ഒക്കെ മാച്ചിലിനെ കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എത്രത്തോളം പോയി പോകും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇനി അതൊരു 2 ദിവസം കൊണ്ട് അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മണ്ണെല്ലാം എടുത്ത് കളയണം. അടിച്ചു വാരിയ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു വരാൻ നല്ലൊരു സുഖം തന്നെയാണ്. അപ്പോൾ ഒരുപാട് വണ്ണാനെല്ലാം ഉണ്ടായിന്. അപ്പോൾ വണ്ണാനെല്ലാം ഞാനിങ്ങനെ അടിച്ചിട്ട് വാരി തലയിൽ കെട്ടിട്ട് വിചാരിക്കണ്ട, അത് കുളത്തുനിന്ന് വന്നതുകൊണ്ട് കുറച്ച് നനഞ്ഞത് കൊണ്ട് കെട്ടിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പേ ഇവിടെ വൃത്തിയാക്കുമ്പോഴൊക്കെ പിന്നെ ഇതാകെ ഒരു വരാന്ത മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഒരുപാട് മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ വണ്ണ ഉണ്ടായിരുന്നു, പിന്നെ സൈഡിലല്ല. ഇത് അടിച്ചു വാരി കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ മണ്ണൊക്കെ വരുന്നത്. അപ്പോൾ അദ്വൈത് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്വൈതിനോട് സംസാരിച്ചുകൊണ്ടേയാണ് പറഞ്ഞത്. മുമ്പേ നമ്മൾ മഹാത്മാ യൂത്തിനടുത്ത് പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ വൃത്തിയാക്കിയ കാര്യവും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചെല്ലാം വരുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവൻ ഈ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോണ് പിന്നെ പോയിട്ട് എടുത്ത് ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ. ഇതിൻ്റെ സ്റ്റെപ്പ് മുകളിലുള്ള നൃത്തവിദ്യാലയത്തിൻ്റെയാണ്, ഉപാസന. അവിടെയും ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നൊക്കെയുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ വണ്ണാൻ്റെ എല്ലാം എടുത്ത് അങ്ങനെ വൃത്തിയാക്കി. ഇന്ന് മഴയൊന്നുമില്ല, തുലാവർഷം തുടങ്ങി, പിന്നെ കനത്ത മഴ ഉണ്ടാവുമെന്നൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇത് അടിച്ചു വരണം, അല്ലെങ്കിൽ പിന്നെ മണ്ണിൽ വെള്ളം തട്ടിയിട്ട് പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊഴിവാക്കാൻ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് തന്നെ വേഗത്തിൽ തന്നെ അടിച്ചു വാരുകയാണ് ചെയ്തത്. നല്ല വെയിലാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ്. അതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് അമ്പലത്തിലും ഉണ്ടായിരുന്നു.